CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. 79ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ നിറവിൽ രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. രാജ്യത്തെ അഭിസംബോധന ചെയ്ത അദ്ദേഹം ആണവ ഭീഷണി ഇന്ത്യ ഒരിക്കലും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി. സംസ്ഥാനത്തും വർണ്ണാഭമായ ചടങ്ങുകളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. വടക്കേകാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 1.4 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിന് മുന്നേ ചോർന്നൊലിക്കുന്നു. നിലവിലെ കെട്ടിടം സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുകയാണെങ്കിലും ചോർച്ച കാരണം പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ കഴിയാത്ത അവസ്ഥ. CSI സഭ കൊച്ചി മഹാ ഇടവകയുടെ ബിഷപ്പായി റവറന്റ് കുര്യൻ പീറ്റർ സ്ഥാനമേറ്റു. എറണാകുളം ബ്രോഡ്വേയിലെ ഹോളി ഇമ്മാനുവൽ CSI കത്തീഡ്രലിൽ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സ്ഥാനാരോഹണ ശുശ്രൂഷകൾ. ചൊവ്വല്ലൂർപ്പടിയിൽ കെട്ടിട നിർമ്മാണത്തിനെത്തിച്ച ലോറി സമീപത്തെ കാനയിലേക്ക് മറിഞ്ഞു. വെള്ളിയാഴ്ച കാലത്താണ് കെട്ടിട നിർമ്മാണത്തിനെത്തിച്ച ബൾക്ക് സിമന്റ് ടാങ്കർ ലോറി കാനയിലേക്ക് മറിഞ്ഞത്. ആർക്കും പരിക്കില്ല. സ്കൂട്ടറിൽ ബസ്സിടിച്ച് പിൻസീറ്റിൽ യാത്ര ചെയ്തിരുന്ന 11-കാരന് കാലിന് പരിക്കേറ്റു. കരിക്കാട് പൊന്നനേംകാട് ഇസഹാഖ് മകൻ മുഹമ്മദ് സിനാനാണ് പരിക്കേറ്റത്. പാവർട്ടി വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലിക്ക് കൊടിയേറി. രാവിലെ ദിവ്യബലിക്കു ശേഷം തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിലും കലാകായിക മേഖലകളിലും കഴിവു തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മികവ് 2025 പുരസ്കാര വിതരണ ചടങ്ങ് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തി. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ 101ാം സ്ഥാപന തിരുനാളും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. തിരുവനന്തപുരം നാട്യവേദ സെന്ററിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് ഗുരുവായൂർ നൃത്തോത്സവത്തിന് തുടക്കമായി. പ്രഥമ നാട്യവേദ പുരസ്കാരം പത്മ സുബ്രഹ്മണ്യത്തിന് വേദിയിൽ വെച്ചു നൽകി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയുടെ നെപ്പൻസ് റോഡിലുള്ള സെന്റ് മേരീസ് കുരിശുപള്ളിയിൽ ശൂനോയോ പെരുന്നാൾ ആചരിച്ചു. ഗാനരചയിതാവും കവിയുമായ RK ദാമോദരനെ പിറന്നാൾ ദിനത്തിൽ മമ്മിയൂർ ക്ഷേത്രസന്നിധിയിൽ ആദരിച്ചു. NCPS കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കാരുണ്യദീപം ക്യാമ്പയിൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വോട്ടർ പട്ടിക അട്ടിമറിയിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് വടക്കേകാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് പഞ്ചായത്ത് പദ്ധതി പ്രകാരം 1000 സൗജന്യ പ്രതിരോധ ഔഷധ കിറ്റ് നൽകി. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഞായറാഴ്ച ആനയൂട്ട് നടക്കും. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയുടെ ആൽത്തറ സെന്ററിലുള്ള കപ്പേളയിൽ പരിശുദ്ധമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിച്ചു. പോർക്കളങ്ങാട് വട്ടിരിങ്ങൽക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി PTA ആഭിമുഖ്യത്തിൽ രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കുമായി മോട്ടിവേഷൻ ക്ലാസ് നടത്തി. കുന്നംകുളം കാണിപ്പയ്യൂർ ശ്രീ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ പാരായണത്തിന് സമാപനമായി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.